വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് സംഭവിക്കുന്നത് എന്നിടത്താണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായ വസ്തുത. വനിതാ മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ത്രീപക്ഷമെന്ന് കരുതുന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയിൽ നിന്നും സ്ത്രീവിരുദ്ധമായ നിലപാടുണ്ടാകുന്നു ആ സർക്കാരിൽ നിന്ന് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ തെളിവുകളും സർക്കാരിനെതിരെ എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തുടക്കം മുതൽ വന്നിരിക്കുന്ന വീഴ്ചയിൽ സർക്കാരിന് ഈ പ്രതികൾ അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതിലെടുത്തിരിക്കുന്ന വലിയ താല്പര്യം, അതിലെടുത്തിരിക്കുന്ന വലിയ വേഗം ഒക്കെ സംശയാസ്പദം തന്നെയാണ്. ഇപ്പോൾ തന്നെ 7 ദിവസത്തെ നിരോധനാജ്ഞയാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് ചുറ്റും ഒരു തരത്തിലുള്ള പ്രതിഷേധം അനുവദിക്കാതെയുള്ള നിരോധനാജ്ഞ. മാത്രമല്ല, അന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 23ഓളം ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതിൽ വളരെ തിടുക്കം കാട്ടിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. ഈ ആരോപണ വിധേയനായ മുൻ പ്രിൻസിപ്പലിനെ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രാജിവെച്ചിരുന്നത്, അവിടെ നിന്ന് മാറ്റിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നാഷണൽ മെഡിക്കൽ കോളേജിൻ്റെ ചുമതല അയാളെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ CBI അദ്ദേഹത്തെ 3 തവണയായി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്, മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ സഞ്ജയ് റോയ് എന്ന ഒരു പ്രതിയിൽ നിന്ന് അപ്പുറത്തേക്ക് CBIക്ക് കടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട സാഹചര്യം അവിടെയുണ്ട്. എല്ലാ സംവിധാനം വളരെ കുത്തഴിഞ്ഞ രീതിയിലാണ് ആ ആശുപത്രി പരിസരം പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മുടെ ചർച്ചകളിൽ തന്നെ പങ്കെടുത്ത മലയാളി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തത്. എത്രത്തോളം രോഷത്തോടുകൂടി ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് എന്ന മട്ടിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളത് കേരളം തന്നെ കണ്ടതാണ്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ അതങ്ങനെ നിൽക്കുകയില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏത് രൂപത്തിലാണ് ആ പെൺകുട്ടി കിടന്നിരുന്നത് എന്നതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. ഇടുപ്പെല്ല് പൂർണ്ണമായും തകർന്നിരിക്കുന്നു, തലയ്ക്ക് വലിയ പരിക്കുണ്ട്, തല കൊണ്ട് ഇടിച്ച രൂപത്തിലുള്ള പരിക്കുണ്ട്, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നു, വായിൽ നിന്ന് ചോര വരുന്നു, 2 കണ്ണിലും കണ്ണടച്ചിലുകൾ തറച്ച നിലയിലാണ്. അങ്ങനെ മരിച്ച ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എന്ന രൂപത്തിൽ ആ ആശുപത്രി സംവിധാനം പുറത്തേക്ക് വിവരം കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ ആരെയോ സംരക്ഷിക്കാനുള്ള താല്പര്യം പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നിപ്പോൾ കൊൽക്കത്തയിൽ കണ്ട മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം. അവിടെ ഈ ഡ്യൂറൻ കപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന ചിരവൈരികളായ 2 ഗ്രൂപ്പുകൾ, മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും. അവിടെ കൊൽക്കത്ത അറിയാമല്ലോ, പശ്ചിമ ബംഗാൾ അറിയാമല്ലോ, ഭയങ്കര ഫുട്ബോൾ പ്രേമികളാണ്. പക്ഷേ ആ മത്സരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിൽ ആരാധകരെല്ലാം ഒരുമിച്ച് 2 ക്ലബ്ബുകളുടെ കൊടിയും ഒരുമിച്ചുകൊണ്ട് അഭയയ്ക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. അതപ്പുറം രാത്രികളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം തെരുവിലേക്ക്, വൃദ്ധരും അടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കൊൽക്കത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിൽ മാത്രമല്ല, കേരളത്തിലും കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ കണ്ടല്ലോ. ഏതായാലും കേന്ദ്രം ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ചില സമീപനങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ 2 മണിക്കൂറിലും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 മണിക്കൂറിൽ എന്ത് റിപ്പോർട്ട് നൽകുന്നു എന്നുള്ളതാണ്, എന്ത് പുരോഗതി ഈ കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിർഭയയ്ക്ക് ശേഷം രാജ്യമാകെ തന്നെ പ്രതിഷേധത്തിലിറങ്ങി വലിയ ഒരു സമര രീതിയാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിലെ ഈ കത്തൽ, ഈ പ്രതിഷേധ തീ അണയരുത്, നീതി ലഭിക്കും വരെ എന്നുള്ളതാണ്. തയ്യൽ തൊഴിലാളികളായ ഈ അമ്മയ്ക്കും അച്ഛനും നീതി ലഭിക്കേണ്ടതുണ്ട്. ആ മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും ഒരു പ്രതിയല്ല. ഇപ്പോൾ 2 ബീജ സാമ്പിളുകൾ കിട്ടി ഫോറൻസിക് സംഘത്തിന് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ തെളിവുകളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇനിയിപ്പോൾ ഇതിന്മേലൊക്കെ ഒരു പരിശോധന വീണ്ടും നടത്തിയ ശേഷം എങ്ങനെ കൂടുതൽ പ്രതികളുണ്ട്, ആ പ്രതികളിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതിപ്പോൾ കൊന്നത് ഒരു പ്രതിയാണെങ്കിലും ആ പ്രതിയെ സംരക്ഷിച്ചത് ഒരു വലിയ സംവിധാനമുണ്ട്. ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള ഒരു വലിയ സംവിധാനം അയാൾക്ക് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കെത്തുമ്പോൾ ഈ സഞ്ജയ് റോയ്ക്ക് പിന്നിൽ തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് എന്ന വിവരങ്ങൾ വരുമ്പോൾ ഇതിലൊക്കെ ചേർന്ന ഒരു വലിയ സംവിധാനം, ഒരു ക്രിമിനൽ സംഘം ഇതിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സുപ്രീം കോടതി ഇന്നേതായാലും സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് ഈ കൊൽക്കത്തയിൽ നടക്കുന്നത്, എന്താണ് ഈ പശ്ചിമ ബംഗാൾ സർക്കാർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് കോടതിയുടെ മേൽനോട്ടമുണ്ട്. ഇപ്പോൾ കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. ബംഗാൾ സർക്കാർ ഇപ്പോൾ തുറന്ന് പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഈ CBI ഏറ്റെടുത്ത ശേഷം CBI പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തെരുവിലിറങ്ങിയിട്ട് കാര്യമില്ല. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് കടന്നതിനെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത് തെറ്റുതിരുത്താനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടതുണ്ട്. ഈ ഒരു
പ്രിൻസിപ്പളിനെ എന്തിനു സംരക്ഷിച്ചു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നപ്പോൾ കൊൽക്കത്ത കത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊൽക്കത്ത കത്തുക തന്നെയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിലിപ്പോൾ മറിച്ചൊരു നിലപാടിലേക്ക് ഈ സംരക്ഷിക്കുന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്കെതിരെ ഇയാൾക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യത്തിലേക്ക് ബംഗാൾ സർക്കാർ എത്തുമോ? അല്ല, എത്തിയേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം അറിയുന്നത് തൃണമൂൽ കോൺഗ്രസ് തന്നെ രണ്ടായിട്ട് ഈ വിഷയത്തിൽ ഭിന്നിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായ നടപടി ഈ സന്ദീപ് ഘോഷിനെതിരെ അടക്കം ഉണ്ടാകണം എന്നും വളരെ പെട്ടെന്ന് ഈ അന്വേഷണം പൂർത്തീകരിച്ച് അറസ്റ്റുകളിലേക്ക് പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായി പിന്നെ ഓപ്പണായിട്ട് തന്നെ പറയുന്നൊരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. മറ്റൊരു വിഭാഗം സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭജനം ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയവുമാണ്, ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് സ്മൃതി, ഞാൻ പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഒരു പ്രവർത്തിച്ചു നമ്മുടെ ഒരു കണക്കെന്താണെന്നറിയോ? ഇന്ന് ഈ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരിൽ 65% സ്ത്രീകളാണ്, വിമൻ ഡോക്ടേഴ്സാണ്. അത് ഡെൻ്റൽ മേഖലയിൽ 68%. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന മേഖലയിൽ 75% സ്ത്രീകളാണ്. ഈ നഴ്സുമാരിൽ 85% സ്ത്രീകളാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ വനിതകളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അപ്പോൾ ആ വിഭാഗത്തിന് എന്ത് പ്രൊട്ടക്ഷനാണ് ഉള്ളത്? ഇപ്പം ഇതൊരു എന്താ പറയുക, ഒരു ഹൂളിഗാനിസമാണ്, ഒരു വളരെ മോശപ്പെട്ടൊരു ക്യാരക്ടർ കയറി ഒരു അക്രമം നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ വന്ദനാദാസിൻ്റെ കാര്യത്തിലടക്കം നമ്മൾ കണ്ടതല്ലേ ഈ വിഷയങ്ങൾ. അപ്പോൾ അവരൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് അവരുടെ പ്രവർത്തന മേഖലയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഡോക്ടർ എന്നുള്ളതൊക്കെ മാറ്റിവെക്കൂ, ഒരു പാവപ്പെട്ട പെൺകുട്ടി അവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആ മേഖലയിൽ എത്രയും പെട്ടെന്ന് ആ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുക. ഏതാണ്ട് ഇതിനകത്ത് കുറ്റം ചെയ്തവരാരാണെന്നറിയാമോ? ഈ പോലീസിനെ സംബന്ധിച്ച് കുറ്റം ചെയ്തത് ഇവരുടെ രക്ഷിതാക്കളാണ്. അവരോട് ആ രീതിയിലാണ് പെരുമാറുന്നത്. അവരെ വളരെ വൈകി അറിയിക്കുന്നു, അവരുടെ മകളെ കാണാൻ അനുവദിക്കുന്നില്ല, അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് അവരെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെന്തോ സർക്കാരിനും സിസ്റ്റത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരായി മുദ്ര കുത്തുന്നു. വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ച് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും സുരക്ഷിതരാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് ഇത് മമതാ ബാനർജിയുടെ കയ്യിലൊന്നും നിൽക്കുന്നൊരു കാര്യമല്ല. അവിടെ ജനങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അവിടെ മാത്രമല്ല കേട്ടോ, ഈ നമ്മളിരിക്കുന്ന കേരളത്തിലും അതത്ര വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല, മമതാ ബാനർജിക്ക് കഴിയും. തീർച്ചയായും രാജ്യം Meet the editors.